അപ്പോൾ നാച്ചുറൽ വേ ഓഫ് ലൈഫിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി പ്രകൃതി സൗന്ദര്യം നിങ്ങളെ കാണിക്കാമെന്ന് മാത്രം. പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന വെള്ളം ഇവിടെ മൊത്തം നല്ല വൈക്കാട്ടം. നമ്മൾ പറയുന്നതൊന്നും അധികം കേൾക്കുന്നില്ല, പക്ഷെ വേറെ ഒന്നല്ല, എന്താ പറയുക, നല്ല സൗണ്ടാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ വോയിസ് കൊണ്ട് പാറ മൊത്തം കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു മരം നടന്ന കേട്ടോ. ഞായറാഴ്ച സ്കൂൾ ലീവ് ആയതുകൊണ്ട് മക്കളൊക്കെ കുളിക്കാൻ വന്നതാണ്. പക്ഷേ ഇവർ കുളിക്കാനൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇവർ കുളിച്ച് കയറി അപ്പം മീനെന്തോ പിടിക്കാൻ വന്നു. അപ്പോൾ ഈ മക്കളൊക്കെ നമ്മളോട് പറഞ്ഞു ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളി പ്രകൃതി സൗന്ദര്യമായ സ്ഥലമാണ് കണ്ടോ. ഞാനൊരു വേറൊരു കാര്യം കാണിച്ചില്ല കേട്ടോ. പുലിമുരുകൻ സിനിമയിൽ മുരുകൻ പുലിനെ കൊന്ന് കുളിക്കുന്ന ഒരു രംഗല്ലേ, പാറക്കെട്ടിൻ്റെ ഇതേപോലല്ലേ ആ സ്ഥലവും. അപ്പം എങ്ങനെയുണ്ട്? മക്കളൊക്കെ ഇവരെ ഉല്ലാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കേട്ടാ. ഇവിടെ അടുത്തുള്ള മക്കളാട്ടാ. അപ്പോൾ ഇവർ പോയിട്ടോ, കാരണം ഇവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ടാറ്റൊക്കെ വന്ന് പോകട്ടോ. നമ്മൾ ആന്ധ്രയിന് അങ്ങ് ഏൽക്കില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, നമ്മളിത് പഠിച്ചു വരുന്നല്ലേ. കുറച്ച് കഴിയട്ടെ, കുറച്ചും പാടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. സബ്സ്ക്രൈബ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഒന്ന് റെഡിയാവും തോന്നുന്നുണ്ട്. നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ മുന്നോട്ടേക്കുള്ള നല്ല വീഡിയോ ഒക്കെ എടുത്തിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന സ്ഥലത്താട്ടോ. അവിടുന്ന് കുറച്ചും പാടെ അങ്ങ് പോരണം. അവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ മുരിങ്ങമ്പ്രായി എന്ന ചെറിയൊരു അങ്ങാടിയാണ്. ആ അങ്ങാടി കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കയറുണ്ട, ഇതെന്തിനറിയാം, കുളി കഴിഞ്ഞിട്ട് അലക്കിയിട്ടിട്ടെന്നല്ല, കുളി കഴിഞ്ഞിട്ട് അലക്കി കഴിഞ്ഞിട്ട് ആരിടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അയൽ കിട്ടും കേട്ടോ. നല്ല വെയിലവിടെ. അതുകൊണ്ട് നമ്മളൊരു ലോങ് വീഡിയോ ആദ്യമായിട്ടിരുന്നു കേട്ടോ. പിന്നെ ആ റീൽസ് മാത്രം ഇന്നേ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം സപ്പോർട്ട് ചെയ്യുക, എന്താണ് എങ്ങനെയാണെന്നും പറയേണ്ടതെന്ന് അറിയില്ല, ആങ്കർ ചെയ്യേണ്ടത് എങ്ങനെ അറിയില്ല. അത് ഒരുപാട് തെറ്റുണ്ടാവും. ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ. എല്ലാം പഠിച്ചു വരണ്ടേ, പഠിച്ചു വന്നിട്ടാവും എല്ലാം അല്ലേ, അതല്ല അതിൻ്റെ ശരി. ഇതേ റിസ്ക് പെട്ടാണ് ഇതിലൊക്കെ കയറി പോകണം കേട്ടോ. കണ്ടോ, കൈയൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് എത്തി ഇതാക്കാൻ കഴിയില്ല, അങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിയില്ല. ഇതിനെ മേലക്കി അയ്യോ. പിന്നെ ഇത് കണ്ടാൽ നിങ്ങൾ തോന്നും ഈ പാറ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച കല്ലാണെന്ന്. കണ്ടോ, അല്ലട്ടോ, ഇത് ശരിക്കും മാവില നിൽക്കുന്നു. ഇവിടെ കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ. ഇതിനൊക്കെ എന്താ പറയാൻ എനിക്കറിയില്ല. എന്നല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഇംഗ്ലീഷ് വേർഡേ പറയട്ടെ.
നാച്ചുറൽ ബ്യൂട്ടി പാർലർ. പാർലർ എന്തെങ്കിലും ആവട്ടെ, അതന്നെ. ശരിക്കും വേറൊന്നുണ്ട്, ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമല്ലേ സിനിമയിലൊക്കെ വലിയ വലിയ വെള്ളച്ചാട്ടാക്കി ചിത്രീകരിക്കണത്. ഉണ്ടാവോ? ഇതിൻ്റെ പൂർണ്ണരൂപം ഞാൻ കാണിച്ചില്ല കേട്ടോ. ഈ താഴേക്ക് പോകാനുണ്ട്, പക്ഷേ താഴേക്ക് പോകണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. കാരണം ഇവിടെയൊക്കെ വൈക്കലാട്ടോ, അതായത് എന്താ പറയുക, വൈക്കൽ വൈതൽ ഉണ്ടാവും. ഈ വൈക്കലും വൈതലൊക്കെ എന്താ ഇവിടുന്ന് കണ്ടാലെന്നെ അറിയാം. ഉണ്ടല്ലേ? അയ്യോ ഉണ്ടോ? അത് കാലൊക്കാനും കഴിയില്ല. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, പിന്നെ പുതിയ വീഡിയോ ഒക്കെ ഞാൻ ആയിട്ട് വരാം. ഓക്കെ. പിന്നെ ആങ്കർ ചെയ്യുന്നൊക്കെ പഠിക്കാനുണ്ട്. ആങ്കർ ചെയ്യുന്നൊക്കെ പഠിച്ചിട്ട് നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പം അതുവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. ശ്രീനിവാസൻ പറഞ്ഞ ശേഷം സ്ക്രീനിൽ. ഓക്കെ.